ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വേറെ എവിടെയൊന്നുമല്ല, ഞങ്ങൾ മട്ടാഞ്ചേരി ജൂത ടൗൺ എന്ന് പറയും, അല്ലെങ്കിൽ ജൂ സ്ട്രീറ്റ് എന്ന് പറയും. അങ്ങനെ പല പേരിലാണ് ജൂ ടൗൺ അറിയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കണമല്ലോ, അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. ഞാനങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഇതുവരെക്കും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ അന്യ സ്ഥലത്തൊക്കെ വരുന്നുള്ള ആളുകളാണ് കൂടുതലും. കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനും പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ കൂടുതലും ഇവിടെ വരുന്ന എടുക്കുന്നത്. പിന്നെ കുറേ കടകൾ തന്നെ, ആൻറ്റിക്ക് കുറേ ഷോപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ളവർ, അങ്ങനെ കുറേ ആളുകൾ, ഒത്തിരി പേര് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇത് തന്നെ. അതേപോലെ തന്നെ കേരളത്തിൽ കുടിയേറി പാർത്ത ജൂതന്മാരുടെ പ്രധാന ഒരു സ്ഥലമാണ് ഇത്, ജൂത ടൗൺ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ചരിത്രമായിട്ടൊക്കെ ഇങ്ങനെ പറയണതൊക്കെ ഇങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് മാറിയെത്തിയ വംശജരാണ് ഇവർ, ഈ ജൂത വംശജർ. പിന്നെ അതുപോലെ തന്നെ താമസമാക്കിയിരുന്ന ഒരു രാജാവ് രാമവർമ്മ ജൂതന്മാർക്ക് പള്ളിയും വീടും ഇവർക്ക് നിർമ്മിക്കാൻ സ്ഥലമൊക്കെ സൗജന്യമായിട്ട് നൽകിയതായി ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് ചരിത്രം. അപ്പോൾ 1567 നിർമ്മിച്ച ഒരു പ്രശസ്തമായ ജൂതപ്പള്ളി, പരദേശി സിനഗോഗ് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പഴയ ജൂതപ്പള്ളിയിൽ തന്നെ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഒരുപാട് ചരിത്രമൊന്നും അറിയില്ല, അറിയാവുന്നതാണ് ഞാനിത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പഴയ പുരാതന പഴയ അമൂല്യമായ പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, വിളക്കുകൾ, അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ തന്നെ ഒരുപാടുണ്ട്. ഇത് കാണാൻ തന്നെ നിരവധി ആൾക്കാരാണ് കേട്ടോ ഇവിടെ വരുന്നത്. കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് ഇത്. ഇവിടെ ചിത്രങ്ങളും പല ഇതിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഒരുപാടുണ്ട് കാണാനൊക്കെ ആയിട്ട്. പല രാജ്യങ്ങളിൽ വന്ന ആളുകളാണ് കൂടുതൽ ഇവിടെ കാണാൻ വരുന്നത്. ഇപ്പം കൂടുതലും വെക്കേഷനൊക്കെ ആയതുകൊണ്ടിട്ടാണ് കൂടുതലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പള്ളി ഈ ജൂതപ്പള്ളി തുറക്കുന്ന ചൊവ്വാഴ്ച ദിവസം ഇവിടെ ഉണ്ടാവാറില്ല, ബാക്കി അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. കടകൾക്ക് മാത്രം മുടക്കില്ല, പള്ളി ചൊവ്വാഴ്ച തുറക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ സിനഗോഗ്, അങ്ങനെ കുറേ ഒന്നൊന്നായിട്ട് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. പലരും വ്ളോഗേഴ്സ്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കണല്ലേ, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒന്ന് കണ്ട്. നല്ല സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഒരുപാട് കാണാനുണ്ട്, ഒരുപാടുണ്ട്. ഈ ഒരു സ്ഥലത്ത് തന്നെ കയറുമ്പോൾ തന്നെ നല്ല പെർഫ്യൂമിൻ്റെയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതില്ലേ സ്പൈസസിൻ്റെ ഒക്കെ ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സൊക്കെ കൂടുതലും വരുന്നതുണ്ട് കേട്ടോ. ഇവിടെ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയും അവർ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ തന്നെ. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, ഇപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയായിരുന്നു. കാരണം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ബാഗുകളാണ് കേട്ടോ എന്നെ കൂടുതലും ഇതാക്കിയത്. ഒരുപാട് പല രീതിയിലുള്ള ബാഗുകളാണ്, പല വെറൈറ്റി ഉള്ള ബാഗുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാടുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള ഭാഗമാണ് ഇതിപ്പോൾ. ഇതിൻ്റെ അകത്തേക്കൊന്നും നമുക്ക് അങ്ങോട്ട് കയറി ഫോട്ടോ അങ്ങനെ എടുക്കാനൊന്നും പറ്റൊന്നുമില്ല. അതിനൊക്കെ അവർ ഓരോന്നായിട്ട് വഴക്കൊക്കെ പറയും കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല, പഴയ പുരാതന വസ്തുക്കളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മട്ടാഞ്ചേരിയിലും പിന്നെ സിനഗോഗിന് ഇടയിലുള്ള ഒരു ഇടുങ്ങിയൊരു തെരുവാണ് ഇതട്ട ജൂതന്മാർ
വാസ്തുവിദ്യ ശൈലിയും സംസ്കാരവും ഒക്കെ ഇവിടുത്തെ കെട്ടിടങ്ങളിൽ തന്നെ അവർക്ക് കാണാം. പിന്നെ അതുപോലെ കൂടുതലും ഇങ്ങനെ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പഴയകാലത്ത് നല്ല എന്താ പറയുക അമൂല്യമായ പാത്രങ്ങളൊക്കെ തന്നെ ഉണ്ട്, ഫർണിച്ചറുകൾ, വിളക്കുകൾ, പിന്നെ കരകൗശല വസ്തുക്കൾ ഒക്കെ തന്നെ ഉണ്ട് കാണാൻ തന്നെ. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല കേട്ടോ, ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല. ഇവിടെ തന്നെ എന്താ പറയുക പെർഫ്യൂമിൻ്റെ തന്നെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്തത്, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരുപാട് ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ട് കാണാൻ. പിന്നെ വാങ്ങുന്നവരുണ്ട്, പിന്നെ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വാട്ടർ മെട്രോ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അടുത്ത് തന്നെ. പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടെ ഒരു പാർക്കൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ ഒരു കൊട്ടാരമുണ്ട്. പിന്നെന്താ പറയുക ഓരോന്നായിട്ട് കാണാനായിട്ട് ഉണ്ട്. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ കാണാനായിട്ട്. ഇതിൽ എനിക്ക് കൂടുതലും കാണാൻ ഒരു ഇഷ്ടപ്പെട്ട ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗുകളാണ് കേട്ടോ. നമ്മൾ പല ഇതിലും നെയ്തെടുത്ത ബാഗുകൾ, അതേപോലെ തന്നെ തുണി വെച്ചിട്ടുള്ള ബാഗുകൾ, മറ്റേ എന്താ പറയുക പായ വെച്ച് നെയ്തിട്ടുള്ള ബാഗുകൾ, കുറേ ബാഗുകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് തന്നെ കേട്ടോ. പിന്നെ എന്താ പറയുക ഇത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. പിന്നെ ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ. ഇപ്പം ഇവിടെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താ പറയുക കൊലുസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറമേ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റത്തേക്ക് ചെന്നാൽ തന്നെ എന്താ പറയുക ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബോട്ടിംഗ് ഉണ്ട്, ടൂറിസ്റ്റ് ബോട്ടിംഗ് സെൻ്ററാണ് ഇവിടെ. തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാലകൾ, പിന്നെ അതേ ടൂറിസ്റ്റ് ബോട്ട് സർവീസാണ് ഇപ്പോൾ ഇത് ഞാൻ കയറിയത്. പിന്നെ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ മാങ്ങ, പൈനാപ്പിൾ അങ്ങനെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ, ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ അധികം നേരം നിന്നില്ല, കാരണം നല്ല സ്മെല്ലുള്ളതുകൊണ്ടിട്ട് അധികം നേരം നിന്നില്ല. കുറേ ഫോട്ടോ എടുക്കാൻ കുറേ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. ഇനിയും കാണാൻ കുറേ ഉണ്ട് കേട്ടോ, ഇനിയും കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.